പാകിസ്ഥാന്റെ ഓരോ പ്രകോപനങ്ങൾക്കും അതിശക്തമായ തിരിച്ചടി നൽകാൻ സായുധ സേനയ്ക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 സേനാ മേധാവിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഏറ്റവും ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നൽകാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയത്. ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ആദ്യമായിട്ടാണ് സേനാ വിഭാഗങ്ങൾക്ക് ഒരു കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിന് ധാരണയായതിന് പിന്നാലെ യാതൊരു പ്രകോപനവുമില്ലാതെ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ. ഇനിയും പ്രകോപനമുണ്ടായാൽ, ഇനിയും പാകിസ്ഥാൻ അതിർത്തി കടന്നാൽ പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി, പാകിസ്ഥാന് എന്നെന്നും ഓർത്തിരിക്കാൻ തക്ക ശേഷിയുള്ള തരത്തിലുള്ള തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സായുധ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിന്റെ ധാരണയിലെത്തിയിരുന്നു. അതിന് പിന്നാലെ 2 തവണ കരാർ ലംഘിച്ചത് പാകിസ്ഥാനാണ്. അതിന് അതിശക്തമായ മറുപടി ഇന്ത്യ നൽകി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോണുകൾ, അത് പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ എത്തി ഇന്ത്യൻ അതിർത്തികളിൽ വെടിയുതിർക്കാൻ ശ്രമിച്ചു. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ സേന പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകളെ, ഡസൻ കണക്കിന് ഡ്രോണുകളെ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വീണ്ടും പൂഞ്ചിലും മറ്റ് മേഖലകളിലും ഒക്കെ തന്നെ സമാധാന അന്തരീക്ഷമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതേസമയം നേരം സന്ധ്യയോട് അടുക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പ്രകോപനം സാധാരണയായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 24 മണിക്കൂർ നേരം വളരെ നിർണായകമാണെന്നും ജാഗ്രതയോടുകൂടി അതിർത്തിയിൽ തുടരാനുമാണ് സേനാ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതുകൂടാതെ മേഖലയിലുള്ള വ്യോമസേനാ മേധാവി തന്നെ അതിശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ അതിർത്തി കടന്നെത്തുകയോ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഏതെങ്കിലും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്താനാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവി വ്യോമസേന പൈലറ്റുമാർക്കും സൈനികർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനി സർക്കാരിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ചുട്ട മറുപടി നൽകാൻ സൈന്യത്തിന് അധികാരം നൽകിയിരിക്കുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തിനെ തുറന്നു വിട്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുന്നതുവരെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കില്ല എന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞതിന് പിന്നാലെയാണ് വ്യോമസേനയ്ക്കും സായുധ സേനയ്ക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഡ്രോണുകളോ പാകിസ്ഥാന്റെ വിമാനങ്ങളോ ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ചാൽ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ തിരിച്ചടിക്കാനാണ് ഇന്ത്യൻ ഭരണകൂടം സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ യാതൊരു തരത്തിലുള്ള വീണ്ടും വിചാരത്തിന്റെയും ആവശ്യമില്ല. എത്രത്തോളം വലിയ പ്രഹരം പാകിസ്ഥാന് നൽകാൻ കഴിയുമോ അത്രത്തോളം വലിയ പ്രഹരം പാകിസ്ഥാന് നൽകണമെന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചു എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 തവണയാണ് ഇന്ത്യ തങ്ങളുടെ വജ്രായുധമായ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. തൊട്ടു പിന്നാലെ വൈകുന്നേരത്തോടെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് ആൻഡ് കോമ്പാക്ട് സെന്ററിനെ ഇന്ത്യ ലക്ഷ്യം വച്ചു. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് സെന്ററിലേക്ക് തൊടുക്കാനായിരുന്നു ഇന്ത്യയുടെ നീക്കം. ഇത് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ വളരെ വേഗം തന്നെ ഇടപെട്ടു. പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ കൗണ്ടർ പാർട്ടുമായി ടെലിഫോണിൽ സംസാരിച്ചു. നിരവധി നിർദ്ദേശങ്ങൾ നൽകി. ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി പാകിസ്ഥാൻ താണുകേണു. എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമാക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ഒടുവിൽ ഇന്ത്യ അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പാക് മാധ്യമങ്ങൾ അവരുടെ സ്ഥിരം ശൈലിയിൽ നുണക്കഥകൾ എഴുതി തുടങ്ങി. ഇന്ത്യയാണ് വെടിനിർത്തൽ കരാറിന് വേണ്ടി ശ്രമിച്ചത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയത്. യുദ്ധം തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യയെ വേഗത്തിൽ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു എന്നതടക്കമുള്ള നിരവധി അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. അതേസമയം യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ 19 വ്യോമ താവളങ്ങളും എയർ ബേസുകളും തകർത്തു. 12 എണ്ണത്തിനെ പരിപൂർണമായി തകർത്തു. 19ന്റെയും റൺവേകൾ ഛന്നഭിന്നമാക്കിയ റൺവേകൾ തകർത്തു. അങ്ങനെ പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ലാൻഡ് ചെയ്യുന്നതിനോ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ
ടേക്ക് ഓഫ് ചെയ്യുന്നതിനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ പാകിസ്ഥാന്റെ വ്യോമസേനയെ സമ്പൂർണ്ണമായി നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ആക്രമണം. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന് അപകടം മനസ്സിലായത്. ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ലക്ഷ്യമിടുമെന്നുള്ള സൂചനകൾ അവർക്ക് വന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ അവസാന അടവുനിലയ്ക്ക് ഇന്ത്യയുമായി ഒരു വെടിനിർത്തലിന് ശ്രമിക്കുകയായിരുന്നു. അമേരിക്കയുടെ കാല് പിടിച്ച് അമേരിക്കയിന്മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ത്യയെ വെടിനിർത്തലിലേക്ക് നയിച്ചത് ഈ സാഹചര്യമാണ്.